പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ നൈലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. പ്രസിഡന്റ് അബ്ദുൽ ഹത്താഫ് LCC ആണ് പ്രധാനമന്ത്രിക്ക് ഈ ബഹുമതി സമ്മാനിച്ചത്. ഈജിപ്തിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതിയാണ് ഓർഡർ ഓഫ് ദ നൈൽ ബഹുമതി. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലെത്തിയത്. അബ്ദുൽ ഹത്താഫ് LCCയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഈജിപ്തിലേക്ക് സന്ദർശനം നടത്തിയിരുന്നത്. 26 കൊല്ലത്തിനിടെ ഈജിപ്തിലേക്ക് ഉഭയകക്ഷി സന്ദർശനത്തിനെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. കൂടാതെ ഇതാദ്യമായാണ് മോദി ഈജിപ്റ്റ് സന്ദർശിക്കുന്നത്. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഹത്താഫ് LCCയുമായി ചർച്ചകൾ നടത്തിയ നരേന്ദ്രമോദി ഈജിപ്തിലെ ചരിത്രപ്രധാനമായ അൽ ഹക്കീം പള്ളി, കെയ്റോയിലെ ഫിലിയോപോളിസ് കോമൺവെൽത്ത് വാർ സെമിസ്ട്രി എന്നിവ സന്ദർശിക്കുകയും ചെയ്തു. കെയ്റോയിലെ 1000 കൊല്ലം പഴക്കമുള്ള ഇമാം അൽ ഹക്കീം ബി അമർ അല്ലാഹ് പള്ളിയിൽ സന്ദർശനം നടത്തിയ മോദി ചുമരുകളിലും കവാടങ്ങളിലും ആലേഖനം ചെയ്ത കൊത്തുപണികൾ ആസ്വദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യ ഈജിപ്ത് സഹകരണം വർദ്ധിപ്പിക്കലായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട. കൂടാതെ 2 രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തമാക്കുവാനുള്ള കരാറിലും ഇരുവരും ഒപ്പുവെച്ചു. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നയതന്ത്ര ചർച്ചകൾക്കായി ഈജിപ്തിലെത്തുന്നത്. അതേസമയം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി LCC സെപ്റ്റംബറിൽ ഇന്ത്യയിലെത്തും. പ്രത്യേക ക്ഷണിതാവായിട്ടാണ് LCCയുടെ ഇന്ത്യ സന്ദർശനം. കൂടാതെ വിദേശ പര്യടനത്തിനിടെ അമേരിക്ക സന്ദർശിച്ച പ്രധാനമന്ത്രി വൈറ്റ് ഹൗസിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഡിജിറ്റൽ ഇന്ത്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലയിൽ നിക്ഷേപവും സഹകരണവും ചർച്ചകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. തുടർന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തി. ഇന്ത്യൻ സമൂഹം വാഷിംഗ്ടണിൽ ഒരുക്കുന്ന സ്വീകരണത്തിലും മോദി പങ്കെടുത്തിരുന്നു. ഇതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി മാറിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം ലോകത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർന്നെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു. എന്തായാലും 6 ദിവസം നീണ്ടുനിന്ന വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരികെ എത്തിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ദില്ലിയിലെ പാർട്ടി നേതാക്കളും MP മാരുമായ ഹർഷവർദ്ധൻ, ഹാൻസ് രാജ്, ഗൗതം ഗംഭീർ തുടങ്ങിയവരാണ് തിരികെ എത്തിയ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കുവാൻ ദില്ലി വിമാനത്താവളത്തിലെത്തിയത്. US, ഈജിപ്ത് തുടങ്ങിയ സുപ്രധാന വിദേശ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മോദി തിരികെ ദില്ലിയിൽ എത്തിച്ചേർന്നത്.